തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്ന കാഴ്ചയാണെങ്കിലും സോഷ്യൽ മീഡിയ ഒരുപാട് സജീവമായ കാലഘട്ടമായതിനാൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. പോസ്റ്ററുകളായാലും ഒക്കെ AI കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ അത്തരം മാധ്യമങ്ങളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചുവരെഴുത്തുകൾ തന്നെയാണ്. എത്രയൊക്കെ കാലം മാറിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ആവേശവുമൊക്കെ വേറെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് പിറകിൽ ചുവരെഴുത്ത് പുരോഗമിക്കുകയാണ്. ചുവരെഴുതിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാകാരനാണ് ബേബിരാജ് വള്ളിക്കാട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചുവരെഴുത്ത് കാഴ്ചകൾ കാണാം. ഒപ്പം ഈ ഒരു അനുഭവത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. വടകരക്കാർക്ക് ബേബിയേട്ടനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, സുപരിചിതനാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയം പ്രചരണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു, ഇനി തിരക്ക് തന്നെയാണോ? അതെ, തിരക്കാണ്. ഞാനിപ്പോൾ രാവിലെ വേറെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കാലം മാറി എല്ലാം സോഷ്യൽ മീഡിയ വഴിയായപ്പോൾ ഈ ഒരു ചുവരെഴുത്തുകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? നല്ല പ്രാധാന്യമാണ്. കാരണം ഫ്ലെക്സുകൾ നമ്മൾ കാണുന്നു, അത് നമ്മളെ മനസ്സിൽ നിന്ന് പോവുകയാണ്. ഇത് നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനെ തന്നെയാണ് ജനങ്ങളും പറയുന്നത്. ഞാൻ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആൾക്കാർ പറയുന്നത് ഒരു 10 ഫ്ലെക്സ് വെക്കുന്നതിന് സമമാണ് ഒരു ചുമരെഴുത്തുന്നാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ കൂടുതൽ വർക്ക് വരാനുള്ള കാരണം. പിന്നെ ഈ മേഖലയിൽ വേറെ ആരും ഇല്ല. ആരും ഈ പുതുതായി നിങ്ങൾ പറഞ്ഞ പോലെ AI ഇതായതുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മേഖലയിലേക്ക് ആരും പുതുതായിട്ട് വരുന്നില്ല. വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം ഇവിടെ ഉള്ള. അത്ര ഇനി അങ്ങോട്ട് തിരക്ക് തന്നെയായിരിക്കും. തിരക്കാണ്, മുഴുവൻ തിരക്കാണ്. ഇനിയിപ്പോൾ രാത്രി പകലൊക്കെ ചെയ്യേണ്ടത് 24 മണിക്കൂർ 24 hours ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ LDFന് വേണ്ടിയാണ് ചുവരെഴുതിക്കൊണ്ടിരിക്കുന്നത്. ചിഹ്നം തെളിഞ്ഞു വരുന്നു. അപ്പോൾ LDFന് വേണ്ടി മാത്രമാണോ ചുവരെഴുതാറുള്ളത്? അല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. എന്നെ എല്ലാ ആൾക്കാരും വിളിക്കാറുണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ അയിത്തൊന്നുമില്ല. എനിക്ക് ജോലിയാണ് മുഖ്യം. അപ്പം നമ്മുടെ ഈ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദൈവസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വർക്ക് വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ? ഞാനൊരു 25 വർഷത്തിൻ്റെ മേലെ കഴിഞ്ഞു. 25 വർഷം കഴിഞ്ഞു. ഈ ഫീൽഡിൽ എൻ്റെ ഓടൊപ്പം ഉണ്ടായിരുന്ന പല ആൾക്കാർ ഇപ്പം മൺമറഞ്ഞു പോയി. എന്നാലും ഇപ്പം നിലവിലുള്ള ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ മേഖലയിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിനിടയിൽ സിനിമ ഫീൽഡിലേക്കും ഒരു കടന്നുവരവുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സാംസ്കാരിക പരിപാടികളിലൊക്കെ സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം. അതെ, ഞാൻ വടകര നേരത്തെ പറഞ്ഞതുപോലെ വടകരയിലെ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഈ സാധനത്തിൽ തന്നെ പിന്നെ സിനിമയിൽ ഞാൻ പെപ്കയുടെ മെമ്പറാണ് നിലവിലെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഇനി നിലനിന്ന് പോകുമോ? വളരെ കുറവാണ്. പക്ഷെ എന്നാലും ചുമരെഴുത്ത് എന്ന് പറയുന്ന സാധനം എന്തായാലും ഉണ്ടാവും. എന്നാലും പഴയതുപോലെ ചുമരെഴുത്തുകളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങളിൽ എഴുതാനോ മറ്റു പാടില്ലാത്തത് കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇത് എഴുതുന്നു. സമ്മതം പത്രം കൈവശമുള്ളത് കൊണ്ട് അതാണ് എഴുതുന്നത്. അല്ലാതെ നമുക്ക് വേറെ എഴുതിയുള്ളൂ, പോസ്റ്ററൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബേബിയേട്ടൻ പറഞ്ഞതുപോലെ 10 ഫ്ലെക്സ് ബോർഡുകൾക്ക് സമാനമാണ് ഒരു ചുവരെഴുത്ത്. ഈ ഒരു ചുവരിലെ ചിത്രം നമ്മുടെ മനസ്സിൽ എത്രത്തോളം പതിയും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ എന്ത് തന്നെയാലും ഇദ്ദേഹത്തിൻ്റെ ജോലി നടക്കട്ടെ. ഇതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചതിൽ നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.